നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ കേരളത്തിലെ ജില്ലകൾ ബേസ് ചെയ്തിട്ട് PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് തുടങ്ങുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം രൂപീകരിച്ചത് ജൂലൈ 1, 1949 തിരുവനന്തപുരം രൂപീകരിച്ചത് എന്നാണ്? ജൂലൈ 1, 1949. തിരുവനന്തപുരം ജില്ലയുടെ വിസ്തീർണം 2192 സ്ക്വയർ കിലോമീറ്റർ ആണ്. തിരുവനന്തപുരം ജില്ലയുടെ വിസ്തീർണം എത്രയാണ്? 2192 സ്ക്വയർ കിലോമീറ്റർ. പോപ്പുലേഷൻ വരുന്നത് 2,98,4154 തിരുവനന്തപുരം ജില്ലയുടെ പോപ്പുലേഷൻ 2,98,4154. സെക്സ് റേഷ്യോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം 1087/1000 ആണ്. 1087 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ എന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ സാക്ഷരത 93.02%. തിരുവനന്തപുരം ജില്ലയിലെ സാക്ഷരത വരുന്നത് 93.02%. 116 വില്ലേജസുകളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. 116 വില്ലേജുകളുണ്ട്, 6 താലൂക്കുകളുണ്ട്, 4 മുനിസിപ്പാലിറ്റികളുണ്ട്, ഒരു കോർപ്പറേഷനുമുണ്ട്. ഈ കോർപ്പറേഷൻ്റെ മേയർ ആരാണ്? ആര്യ രാജേന്ദ്രനാണ്. തിരുവനന്തപുരം നഗര കോർപ്പറേഷൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ. 73 ഗ്രാമപഞ്ചായത്തും 11 ബ്ലോക്ക് പഞ്ചായത്തുമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. 73 ഗ്രാമപഞ്ചായത്തും 11 ബ്ലോക്ക് പഞ്ചായത്തുമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. 14 അസംബ്ലി സീറ്റും 2 ലോകസഭാ സീറ്റുകളുമുണ്ട്. 14 അസംബ്ലി സീറ്റും 2 ലോകസഭാ സീറ്റുകളുമുണ്ട്. ഏതൊക്കെയാണ് ലോകസഭാ സീറ്റുകൾ? ആറ്റിങ്ങലും ട്രിവാൻഡ്രവും. ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ് 2 ലോകസഭാ സീറ്റുകൾ. നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ സറൗണ്ടിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്ക് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് ആണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് ആണ്. പടിഞ്ഞാറ് ഭാഗത്ത് അറേബ്യൻ സീ ആണ്. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. തെക്ക് ഭാഗത്ത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ആണ്. വടക്ക് ഭാഗത്ത് കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ്. അടുത്ത പോയിന്റ്സ് നോക്കാം. കേരളത്തിൻ്റെ തലസ്ഥാന നഗരം തിരുവനന്തപുരമാണ്. തെക്കേ അറ്റത്തുള്ള ജില്ലയാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. സിറ്റി ഓഫ് ലോർഡ് അനന്ത എന്നും എവർഗ്രീൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. സിറ്റി ഓഫ് ലോർഡ് അനന്ത എന്നും എവർഗ്രീൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ എവർഗ്രീൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് തിരുവനന്തപുരത്തെ എവർഗ്രീൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ഫസ്റ്റ് സിറ്റി കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കേരളത്തിലെ ഫസ്റ്റ് സിറ്റി കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അതുപോലെ കേരളത്തിലെ ലാർജസ്റ്റ് സിറ്റിയും തിരുവനന്തപുരമാണ്. കേരളത്തിലെ ലാർജസ്റ്റ് സിറ്റിയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കളിയിക്കാവിളയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കളിയിക്കാവിളയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക്. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. 1508 സ്ക്വയർ കിലോമീറ്ററാണ് ജനസാന്ദ്രത വരുന്നത്. 1508 സ്ക്വയർ കിലോമീറ്ററാണ് ജനസാന്ദ്രത വരുന്നത്. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ. അടുത്ത പോയിന്റ് നോക്കാം. മരച്ചീനി അല്ലെങ്കിൽ ടോപ്പിയോക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. മരച്ചീനി അല്ലെങ്കിൽ കപ്പ, ടോപ്പിയോക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. പ്രാചീന കാലത്ത് സ്യാനന്തൂരപുരം എന്നറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരമാണ്.
പ്രാചീന കാലത്ത് തിരുവനന്തപുരം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? സ്യാനന്തൂരപുരം. കൊട്ടാരങ്ങളുടെ ജില്ല എന്നാണ് തിരുവനന്തപുരം അറിയപ്പെടുന്നത്. കൊട്ടാരങ്ങളുടെ ജില്ല എന്നും തിരുവനന്തപുരം അറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരത്തെ ട്രാവൻകൂറിൻ്റെ ക്യാപിറ്റലായിട്ട് 1745 രൂപീകരിച്ചത്. 1745 തിരുവിതാംകൂറിൻ്റെ ക്യാപിറ്റലായിട്ട് തിരുവനന്തപുരത്തെ മാർത്താണ്ഡവർമ്മ രൂപീകരിച്ചു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരമാണ്. തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരമാണ്. ബാലരാമപുരം പണി കഴിപ്പിച്ചതാരാണ്? ദിവാൻ ഇമ്മിണി തമ്പി. ബാലരാമപുരം പണി കഴിപ്പിച്ചത് ദിവാൻ ഇമ്മിണി തമ്പിയാണ്. കേരളത്തിലെ നെയ്ത്ത് പട്ടണം എന്നാണ് ബാലരാമപുരം അറിയപ്പെടുന്നത്. കേരളത്തിലെ നെയ്ത്ത് പട്ടണം എന്നാണ് ബാലരാമപുരം അറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും വൈദ്യുതീകരിച്ച നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും വൈദ്യുതീകരിച്ച നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചിത്രലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ മേരിലാൻഡ് സ്ഥാപിതമായതും തിരുവനന്തപുരത്താണ്. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോയായ മേരിലാൻഡ് സ്ഥാപിതമായതും തിരുവനന്തപുരത്താണ്. കേരളത്തിലെ തെക്കേയറ്റത്തെ ലോകസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ലോകസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. തെക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം പാറശാലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയാണ് കേരളത്തിലെ തെക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല. സ്ഥാപിതമായത് 1937 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത്. തിരുവിതാംകൂർ സർവകലാശാല ഇപ്പോൾ അറിയപ്പെടുന്നത് കേരള സർവകലാശാല എന്നാണ്. തിരുവിതാംകൂർ സർവകലാശാല ഇപ്പോൾ കേരള സർവകലാശാലയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ പ്രഥമ മെഡിക്കൽ കോളേജ്, ആദ്യത്തെ ആയുർവേദ കോളേജ്, ആദ്യത്തെ സംസ്കൃത കോളേജ് എല്ലാം സ്ഥാപിതമായത്. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജും ആദ്യത്തെ ആയുർവേദ കോളേജും ആദ്യത്തെ സംസ്കൃത കോളേജും സ്ഥാപിതമായത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി വാമനപുരം നദിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം. 88 കിലോമീറ്റർ നീളമുണ്ട്. വാമനപുരം നദിക്ക് 88 കിലോമീറ്റർ നീളമുണ്ട്. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനയാണ്. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കരമന നദി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം, അതുപോലെ കേരളത്തിലെ തെക്കേയറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി കായലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലുള്ള വെള്ളായണി കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം. അതുപോലെ കേരളത്തിലെ തെക്കേയറ്റത്തുള്ള ശുദ്ധജല തടാകവും. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദി നെയ്യാർ ആണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദി. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതവും നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണ്. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? കാട്ടാക്കടയാണ്. കാട്ടാക്കട താലൂക്കിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഈ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്.
നെയ്യാർ വന്യജീവി സങ്കേതത്തിനകത്തുള്ള മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തു കേന്ദ്രവും നെയ്യാർ ഡാമിനോടനുബന്ധിച്ചാണ്. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തു കേന്ദ്രം നെയ്യാർ ഡാമിലാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യമലയാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യമലയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മൾ കഴിഞ്ഞ കേരളത്തിനെ പറ്റിയുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുള്ളവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്തോളൂ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടമാണ്. നെടുമങ്ങാട് താലൂക്കിലുള്ള അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക്. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ്. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്ത് അതിയന്നൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്താണ് അതിയന്നൂർ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരത്തെ പട്ടത്താണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് പട്ടം, തിരുവനന്തപുരം. ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നഗരം തിരുവനന്തപുരമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നഗരം തിരുവനന്തപുരമാണ്. P. സദാശിവമാണ് ഉദ്ഘാടനം ചെയ്തത്. P. സദാശിവമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമാക്കുന്ന നഗരം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമാക്കുന്ന നഗരം. G20 ദക്ഷിണേന്ത്യൻ മതസൗഹാർദ്ദം സമ്മേളനത്തിന് വേദിയായ നഗരം തിരുവനന്തപുരമാണ്. G20 ദക്ഷിണേന്ത്യൻ മതസൗഹൃദ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ എനർജി പവർ പ്രോജക്റ്റാണ് വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ എനർജി പവർ പ്രോജക്റ്റ് വിഴിഞ്ഞം ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5-നാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയായിരുന്നു തറക്കല്ലിട്ടിരുന്നത്. മീൻമുട്ടി, കൊബൈക്കാണി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. മീൻമുട്ടി, കൊബൈക്കാണി വെള്ളച്ചാട്ടങ്ങൾ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പേപ്പാറ വന്യജീവി സങ്കേതവും തിരുവനന്തപുരത്താണ്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളവും പൊന്മുടിയും വർക്കലയും സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളവും പൊന്മുടിയും വർക്കലയും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ആഴി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. ആഴി ബീച്ച് അല്ലെങ്കിൽ ആഴിമല ബീച്ച് തിരുവനന്തപുരത്താണ്. ഈ ബീച്ചിനോട് ചേർന്നാണ് പ്രശസ്തമായ ഗംഗാധരനായ മഹാദേവന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറം വർക്കല കടപ്പുറമാണ്. പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറം വർക്കല കടപ്പുറം. സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ആദ്യത്തെ നിർഭയ ഷെൽട്ടർ. കേരളത്തിലെ ആദ്യത്തെ നിർഭയ ഷെൽട്ടർ തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ നിർഭയ ഷെൽട്ടർ തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ ബയോ 360. കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ ബയോ 360. തിരുവനന്തപുരം റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത വർഷം 1950. തിരുവനന്തപുരം റേഡിയോ നിലയം
ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത വർഷം ഏതാണ്? 1950. പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 22-നാണ്. തിരുവനന്തപുരത്തെ പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 22-നാണ്. KR നാരായണനാണ് ഉദ്ഘാടനം ചെയ്തത്. KR നാരായണനാണ് പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് 1855 തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് 1855 തിരുവനന്തപുരത്താണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ മൃഗശാലയും തിരുവനന്തപുരത്താണ് സ്ഥാപിക്കപ്പെട്ടത്. 1857 1857 കേരളത്തിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിക്കപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജും തിരുവനന്തപുരത്താണ് സ്ഥാപിക്കപ്പെട്ടത്. 1939 കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 1939 കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കാര്യവട്ടമാണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കാര്യവട്ടമാണ്. കേരളത്തിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണം. കേരളത്തിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണം. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി കാട്ടാക്കട. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയില് കാട്ടാക്കടയിലെ നെട്ടുകാൽത്തേരിയാണ്. നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 60 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.